ഹരേ കൃഷ്ണ. ജയോ രാധ മാധവ ജയോ കുഞ്ച ബിഹാരി ജയോ രാധ മാധവ ജയ ഗോപീ ജനവല്ലഭ ജയോ ഗിരിവരധാരി ജയോ ഗിരിവരധാരി ജയോ 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 യശോദനന്ദന ജയോ ബ്രജനരഞ്ജന ജയോ ജയ രഞ്ജന ജയോ യമുന തിരവനചാരി ജയോ കുഞ്ച ബിഹാരി ജയോ യമുന തിരവനചാരി ജയോ കുഞ്ച ബിഹാരി ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ ഹരേ. ജയോ രാധാ നീലമാധവ രാധാ നീലമാധവ രാധേ ജയോ രാധ ജയോ കൃഷ്ണ ബാലറാം ജയോ കൃഷ്ണ ബാലറാം കൃഷ്ണ ബാലറാം ജയോ കൃഷ്ണ ബലറാം ജയോ കൃഷ്ണ ജയോ ഗൗരനിതായ് ജയോ ഗൗരനിതായ് ഗൗരനിതായ് ജയോ ഗൗരനിതായ് ജയോ ജയ ജയ പ്രഭുപാദ് 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 ജയ ജയ പ്രഭുപാദ് ജയ ജയ പ്രഭുപാദ് 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 ജയ ജയ പ്രഭുപാദ് ജയ ജയ ഗുരുദേവ് 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 ജയ ജയ ഗുരുദേവ് ജയ ജയ ഗുരുദേവ് 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 ജയ ജയ ഗുരുദേവ്. हरिनाम संकीर्तन महायज्ञ की. हरे कृष्णा महामंत्र युगधर्म की. हरिनाम संकीर्तन महायज्ञ की. श्रीला प्रभुपाद की. श्रील गुरुदेव की. गौर ब्रह्मानंदे. हरि 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 बोल. ओम नमो भगवते वासुदेवाय. ओम नमो भगवते वासुदेवाय. ओम नमो भगवते वासुदेवाय. ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയുടെ 1-ാം അധ്യായം കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ സൈന്യ നിരീക്ഷണം എന്നുള്ള അധ്യായത്തിൽ എത്രാമത്തെ ശ്ലോകമാണ് പറയൂ? വെരി ഗുഡ്. 42-ാമത്തെ ശ്ലോകമാണ് കേട്ടോ.
എല്ലാവരും ഏറ്റു പറയുക. ദോഷേരേ കുലജ്ഞാന ദോഷേരേ കുലജ്ഞാന വർണ്ണസങ്കരകാരകൈ വർണ്ണസങ്കരകാരകൈ ഉത്സാദ്യാദേ ജതി ധർമ്മ ഉത്സാദ്യാദേ ജാതി ധർമ്മ കുലധർമ്മ ച ശാശ്വതാഃ കുലധർമ്മ ച ഓം ശാശ്വതാഃ അജ്ഞാനം ബ്രഹ്മനിത്യ ഓം ഓം ദോഷേരേ ഓം കുലജ്ഞാന ഓം അജ്ഞാനം ദോഷേരേ കുലജ്ഞാന ഓം അജ്ഞാനം ബ്രഹ്മനിത്യ വർണ്ണസങ്കരകാരകേ ഓം നമോ വർണ്ണസങ്കരകാരകേ ഉത്സാദ്യാദേ ജാതി ധർമ്മ ഉത്സാദാദേ ജാതി ധർമ്മ കുലധർമ്മ ച ശാശ്വതാ കുലധർമ്മ ച ശാശ്വതാ. ആരെങ്കിലും ഒരാൾ. ദോഷേരേ കുലജ്ഞാന വർണ്ണസങ്കരകാരകേ ഉത്സാദ്യാദേ ജാതി ധർമ്മ കുലധർമ്മ ച ശാശ്വതാ. വെരി ഗുഡ്, മതി. വർണ്ണസങ്കരകാരകേ വർണ്ണസങ്കരമുണ്ടാക്കുന്ന കുലജ്ഞാനം കുലം നശിപ്പിക്കുന്നവരുടെ ഏതേ ദോഷേ ഈ ദോഷങ്ങളാൽ ശാശ്വതാഹ എന്നും നിലനിൽക്കേണ്ടുന്ന ജാതിധർമ്മ സാമൂഹ്യ മര്യാദകളും കുലധർമ്മ കുലധർമ്മങ്ങളും ഉച്ചാദേന്തേ പേരറുക്കപ്പെടുന്നു. എല്ലാവരും പറയുക. കുടുംബ പാരമ്പര്യം നശിപ്പിക്കുന്നവരുടെ ദുഷ്കർമ്മങ്ങളാൽ ആർക്കും വേണ്ടാത്ത ശിശുക്കൾ ഉണ്ടാകുന്നു. തന്മൂലം എല്ലാ തരത്തിലുമുള്ള സാമൂഹ്യ പുരോഗമന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും പാടെ നശിച്ചു പോകുന്നു. ഭാവാർത്ഥ ശ്രീ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ജനങ്ങൾക്കായുള്ള സാമൂഹ്യ പുരോഗമന പദ്ധതികളും വർണ്ണാശ്രമ ധർമ്മം അഥവാ സനാതന ധർമ്മം നിർദ്ദേശിക്കുന്ന കുടുംബക്ഷേമ പ്രവർത്തനങ്ങളുമെല്ലാം മനുഷ്യന്റെ ആത്യന്തിക മുക്തിയെ ലക്ഷ്യമാക്കി രൂപീകരിച്ചവയാണ്. നിരുത്തരവാദികളായ സാമൂഹ്യ നേതാക്കൾ ആ സനാതന ധർമ്മ പാരമ്പര്യത്തെ തകർക്കുന്നത് സമുദായത്തിൽ കുഴപ്പങ്ങൾക്ക് ഇടയാകുകയും ക്രമേണ ജീവിത ലക്ഷ്യമായ വിഷ്ണു പദത്തെ തന്നെ ജനങ്ങൾ മറക്കാനിട വരികയും ചെയ്യും. അന്ധന്മാരായ അത്തരം നേതാക്കളെ പിന്തുടർന്നവർക്ക് നാശമാണ് ഫലം. ഓം തത്സത്. ശ്രീല പ്രഭുപാദ് കി ജയ്. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുർമിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപാ കഥം മഹ്യം
അർജുനൻ ഈ യുദ്ധത്തിൽ ജയിക്കുമെന്ന് ഉറപ്പുണ്ടോ? ഉറപ്പുണ്ടോ? അർജുനെ എതിർത്തതുകൊണ്ട് മാത്രം ആ ക്രിമിനൽസിനെ മുച്ചൂട് കൊന്ന് ധർമ്മ പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടോ? ഒരു യുദ്ധത്തിന് മുമ്പ് അങ്ങനെ പ്രഡിക്ട് ചെയ്യാൻ പറ്റോ? പറ്റൂല. പക്ഷേ കൃഷ്ണൻ റിസൾട്ട് നോക്കാൻ പറയുന്നില്ല. കൃഷ്ണൻ എന്ത് നോക്കാൻ പറയുന്നില്ല? റിസൾട്ട് നോക്കാൻ പറയുന്ന ഒരിടത്തും പറയുന്നില്ലല്ലോ. കൃഷ്ണൻ പറയുന്നത് നീ നിന്റെ ധർമ്മം അന്വേഷിക്കും, റിസൾട്ട് എന്തായിക്കൊണ്ട് പോട്ടെ, അത് നീ നോക്കണ്ട. നീ ധർമ്മം മാത്രം നീ അന്വേഷിച്ചാലേ നിനക്ക് എന്ത് അധികാരമുള്ളൂ. റിസൾട്ട് തരുന്നത് നീ നിന്റെ കർത്തവ്യം കൊണ്ടല്ല. അതാരാണ് തരുന്നത്? അത് ഭഗവാൻ തന്നോളൂ. നിനക്ക് അധികാരം ഫലത്തിലല്ല, നിനക്ക് അധികാരം നിന്റെ കർമ്മത്തിൽ മാത്രം. നീ കർമ്മം നീ ചെയ്യുക, ഫലം ആര് തന്നോളും. അതിൽ നീ പരാജയപ്പെട്ടാൽ തന്നെ നിന്നെ ആരാണ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്? നിന്നെ വീരസ്വർഗം വെയിറ്റ് ചെയ്യും. അതല്ല നീ ജയിക്കുകയാണെങ്കിൽ നീ തന്നെ രാജ്യവും ഭരിക്കും. മറ്റൊരു ശ്ലോകത്തിൽ അങ്ങോട്ട് പറയുകയാണ്, ഒന്നുകിൽ നീ തോക്കും, യുദ്ധത്തിൽ തോറ്റ് മരിക്കും, എന്നാലും നിനക്ക് നഷ്ടമില്ല. കാരണം എന്താ? നീ വീരസ്വർഗം പോകും. കാരണം യുദ്ധക്കളത്തിൽ രാജ്യത്തിന് വേണ്ടി മരണപ്പെട്ടാൽ നമ്മൾ ആരാണ് വെയിറ്റ് ചെയ്യുന്നത്? നമുക്ക് സ്വർഗമുണ്ട്. അതല്ല നീ ജയിച്ചാൽ ആരാണ് ഭരിക്കാൻ പോകുന്ന രാജ്യം? നീ തന്നെയാണ്. അപ്പൊ ഇവിടെ എന്ത് നല്ല ആൾക്കാരാണ് ഭരിക്കുന്നെങ്കിൽ എന്തുണ്ടാവും? സമാധാനം, സന്തോഷവും കളിയാണ്. ഒരു ചോദ്യം ഇതാണ്, പടക്കളത്തിൽ പൊരുതി തോൽക്കുന്ന, മരണം വരിക്കുന്ന ഒരു വീരജവാന് സ്വർഗം കിട്ടുമെന്ന് ശാസ്ത്രത്തിൽ പറയുന്നു. സ്വർഗം കിട്ടാൻ കാരണം എന്താ പറയും? സ്വർഗം കിട്ടാൻ കാരണം എന്താ? സ്വർഗം കിട്ടുന്ന ഭൗതികതയിലുണ്ട്. ധർമ്മം ഒന്ന്. വെരി ഗുഡ്, യു ആർ റൈറ്റ്, താങ്ക് യു സാർ. ധർമ്മത്തിന് വേണ്ടി പോരാടുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പക്ഷെ ഒരു തമാശ കേൾക്കട്ടെ, രണ്ട് ഭാഗത്തുള്ള ആൾക്കാർക്കും ഈ നിയമം ബാധകം. ധർമ്മത്തിൽ വേണ്ടി പോരാടുന്ന അർജുനന്റെ ഭാഗത്തുള്ള ആൾക്കാർ മരിച്ചാൽ മാത്രം സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞിട്ടില്ല. യുദ്ധകളത്തിൽ ഇറങ്ങി പോരാടുന്ന, രാജ്യത്തിന് വേണ്ടി പോരാടുന്ന ഒരാളിന് എന്ത് കിട്ടും? വീരസ്വർഗം കിട്ടുന്നതാണ്. ഉദാഹരണത്തിന് ഇന്ത്യക്ക് വേണ്ടി പൊരുതുന്ന ആൾക്കാർക്ക് മാത്രം സ്വർഗം എന്ന് പറഞ്ഞിട്ടുണ്ടോ? പാകിസ്ഥാന് വേണ്ടി പോരാടുന്ന അവർക്കും സ്വർഗം തന്നെയാണ് കിട്ടുന്നത്. രാജ്യത്തിന് വേണ്ടി പോരാടുന്ന എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ പാകിസ്ഥാന്റെ പട്ടാളക്കാരും രാജ്യത്തിന് വേണ്ടിയാണ് പൊരുതുന്നത്. ഇന്ത്യൻ പട്ടാളക്കാരും രാജ്യത്തിന് വേണ്ടിയാണ് പൊരുതുന്നത്. ഈവൻ ബംഗ്ലാദേശിലെ പട്ടാളക്കാരും ഇന്ത്യയും ബംഗ്ലാദേശ് യുദ്ധം വന്നാൽ അവരുടെ പട്ടാളക്കാർ അവരുടെ രാജ്യത്തിന് വേണ്ടി പൊരുതുന്നു. നമ്മുടെ ഇന്ത്യൻ പട്ടാളങ്ങൾ ഇന്ത്യൻ ആകുന്ന മഹാരാജ്യത്തിന് വേണ്ടി പൊരുതുന്നു. ഭഗവത്ഗീത പ്രകാരം രാജ്യത്തിന് വേണ്ടി പൊരുതി പൊരുതി മരിക്കുന്ന വ്യക്തികൾ വീരസ്വർഗം പ്രാപിക്കുന്നു. അപ്പൊ അവരും അവരുടെ പട്ടാളക്കാരും നമ്മുടെ പട്ടാളക്കാരും എല്ലാം മരണപ്പെട്ടാൽ സ്വർഗം പ്രാപിക്കുമെന്നാണ് ശാസ്ത്രത്തിൽ കാണപ്പെടുന്നത്. എന്താണ് അതിന് ചോദ്യം? എന്താണ് അതിന് കാരണം? എന്തുകൊണ്ടെന്നാൽ മനസ്സിലാക്കേണ്ടത്, പറയട്ടെ, ഞാൻ തന്നെ പറയട്ടെ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അയാൾ മരണപ്പെടുന്നത് അയാൾക്ക് വേണ്ടിയല്ല. മനസ്സിലായോ? അദ്ദേഹം അവസാനത്തെ ശ്വാസം വരെ പോരാടുന്നത്, അദ്ദേഹത്തിന് ഭഗവാൻ കൊടുത്ത ശരീരം വെച്ച് പോരാടുന്നത് അദ്ദേഹത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയല്ല, അദ്ദേഹത്തിന്റെ ആനന്ദത്തിന് വേണ്ടി മാത്രമല്ല. പകരം ഒരുപാട് വേറെ നന്മയ്ക്ക് വേണ്ടി സ്വന്തം ജീവിതം ഹോമിക്കുകയാണ്. പോയിന്റ് മനസ്സിലായോ? മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി സ്വന്തം ജീവിതം ഹോമിക്കുന്നു എന്നുള്ള ഒരു വലിയ കാര്യം ചെയ്തു. അവിടെ എന്തുണ്ട്? ഒരു പരോപകാരമുണ്ട്. എന്തുണ്ട്? പരോപകാരമുണ്ട്. മനസ്സിലായോ? പോയിന്റ് മനസ്സിലായോ? ആൾക്കാർ മരിക്കുമ്പോ നല്ലതേ ചെയ്യും. ഒരാള് ഒരു ക്രൈം കേസിൽ വിറ്റ്നസ് ആണെന്ന് വെച്ചോളൂ. ഒരാൾ ഒരു ക്രൈം കേസിൽ വിറ്റ്നസ് ആണെന്ന് വെച്ചോളൂ. മനസ്സിലായോ? മരിക്കാൻ നേരത്ത് അയാൾ പറയുന്ന ഒരു സാക്ഷിമൊഴി എന്ന് പറയുന്നതിന്റെ പേര് ഡൈയിങ് ഡിക്ലറേഷൻ എന്നാണ്. എന്താ? മരണമൊഴി എന്നാണ് പറയുന്നത്. ഓക്കെ. നമ്മുടെ ഒരു നിഗമനം എന്തെന്നാൽ, നമ്മുടെ നിയമത്തിന്റെ നിഗമനം എന്തെന്നാൽ മരണമൊഴി സത്യമായിരിക്കുമെന്ന്. എന്താണ് മരണമൊഴി സത്യം എന്ന് വെച്ചാൽ മരിക്കാൻ പോകുന്ന വ്യക്തി ഒരിക്കലും കള്ളം പറയൂല. ഇതാണ് ഇന്നും അംഗീകരിച്ചു പോകുന്ന ഒരു വിഷയം. അപ്പൊ ഡൈയിങ് ഡിക്ലറേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡൈയിങ് ഡിക്ലറേഷൻ ഒരു മജിസ്ട്രേറ്റിന്റെ ഫ്രണ്ടിലാണ് അയാൾ മരിക്കുമ്പോൾ ഒരു സാക്ഷ്യം പറഞ്ഞ് മരിക്കുന്നെങ്കിൽ ഒരൊറ്റ ഗ്രൗണ്ടിൽ ആക്ഷൻ എടുക്കാനുള്ള അധികാരം ആർക്കുണ്ട്? ജഡ്ജിക്ക് അധികാരമുണ്ട്. കാരണം പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേറെ എവിഡൻസ് വേണമെന്നില്ല. കാരണം ഒരു നിഗമനം എന്തെന്നാൽ മരിക്കുന്ന ആൾ എന്തേ പറയൂ? സത്യമേ പറയൂ. മനസ്സിലായോ? മരിക്കുന്ന ആൾ എന്തേ പറയൂ?
സത്യം. അതുകൊണ്ടാണ് മരിക്കാറായ രാവണനോട് ഉപദേശം സ്വീകരിച്ചോളാൻ ആര് പറഞ്ഞത്? രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു. മനസ്സിലായോ? അതേപോലെ മരിക്കാറായപ്പോ ബാലി ഉണ്ടല്ലോ, ബാലി മകന് ഉപദേശം കൊടുക്കും, അംഗദിന് ഉപദേശം കൊടുക്കും. നല്ല ഡീസന്റ് ആയി മരിക്കും പറയും. മരിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെയും ഇൻഡീസന്റ് ഒക്കെ ആയിരുന്നു. പക്ഷെ മരിക്കാറായപ്പോ ഇവരെല്ലാം ഡീസന്റ് ആയതാണ് കാണപ്പെടുന്നത്. അപ്പൊ ഇത്രയും വലിയ അസുരന്മാര് പോലെ അങ്ങനെയാണെങ്കിൽ സാധാരണ മനുഷ്യന്റെ കാര്യവും തീർച്ചയായും അങ്ങനെ തന്നെ. മരിക്കുന്ന സമയത്ത് ആള് ഡീസന്റ് ആവുന്ന. അതേപോലെ ദുര്യോധനൻ മരിക്കാറായപ്പോ അശ്വത്ഥാമാവ് ഓടിക്കൊണ്ടെന്ന് പറയാണ്, ഞാൻ കൊന്നു. ആരെ കൊന്നു? പാണ്ഡവരുടെ മക്കളെ ഉറങ്ങിക്കിടന്നപ്പോ ഞാൻ ഇല്ലീഗലായിട്ട് യുദ്ധത്തിന്റെ നിയമം ലംഘിച്ച് ഞാൻ കൊന്നു എന്ന് പറഞ്ഞപ്പോ ഇത്രയും വലിയ ദുര്യോധനൻ, ഇത്രയും വളരെ മോശപ്പെട്ട വ്യക്തിത്വത്തിന് ഉടമയായ ദുര്യോധനൻ അത് നീ ചെയ്തത് തെറ്റ് എന്ന് പറയുന്നുണ്ട്. മനസ്സിലായി? മരണക്കിടക്കെ കിടന്നുകൊണ്ട് ദുര്യോധനൻ പറയാണ്, അശ്വത്ഥാത്മാവെ നീ കാണിച്ചത് തെറ്റ്. കണ്ട, അവിടെ ആൾക്കാർ മരണം അടുക്കും തോറും നമ്മൾ ഡീസന്റ് ആയി വരുന്നു എന്നാണ് കാണുന്നത്. ഈ ലോകത്തിന്റെ പല ആൾക്കാരും നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്ക്. അവര് ഒരുപാട് പാവങ്ങൾ ചെയ്ത് കാണും കേട്ടോ. അവസാന നിമിഷം കുറെ ജീവകാരുണ്യ പ്രവർത്തനം തുടങ്ങാൻ പറ്റും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവര് വളരെ ഡീസന്റ് ആയി കുറെ നല്ലത് ചെയ്യാൻ വേണ്ടി ആൾക്കാർ എന്തുകൊണ്ടാണ്? കാരണം മരണം എന്നുള്ളത് ഒരു സത്യമാണ്. അത് അടുക്കും തോറും ആൾക്കാർക്ക് റിയലൈസേഷൻ ഉണ്ടാവും. മരണത്തിന്റെ അടുത്ത സമയത്ത് നമുക്ക് ആരെ കാണാൻ പറ്റുമെന്നാ പറയുന്നത്? തൊട്ടടുത്ത് മരണം അടുത്ത സെക്കൻഡ് സംഭവിക്കുന്ന പറഞ്ഞാൽ നമ്മുടെ കൺമുമ്പിൽ ആരെ കാണാൻ കഴിയുന്ന പറയുന്നത്? യമകിങ്കരന്മാരെ കാണാൻ പറ്റുന്ന. അതിനെ കുറിച്ചുള്ള ഒരു ക്ലാസ് ആഫ്റ്റർ ഡെത്തിനുള്ള ഒരു എപ്പിസോഡിൽ ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും കഴിഞ്ഞ ആഴ്ച ഞാൻ ഹോംവർക്ക് ഞാൻ തന്നിരുന്നു അല്ലെ? ആരൊക്കെ കേട്ടു? സൗണ്ട് ക്ലിയർ അല്ല, അത് മൈക്കിന്റെ ഇഷ്യൂ ഉണ്ട്. എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടല്ലോ അല്ലെ? കൊള്ളാമോ? ഇതിന്റെ സെക്കൻഡ് എപ്പിസോഡ് ആണോ? നോക്കട്ടെ. സെക്കൻഡ് എപ്പിസോഡ് ഉണ്ട്, ഇറങ്ങിയിട്ടുണ്ട്. അത് അപ്ലോഡ് ചെയ്തിട്ടില്ല, അപ്ലോഡ് ചെയ്യും. അപ്പൊ അതും ഗാരുഡ പുരാണത്തിൽ പറഞ്ഞിട്ടുള്ള അന്യൻ സിനിമ കണ്ടവർ ആരൊക്കെ ഉണ്ട്? അന്യൻ സിനിമ അതിലൊരു ഗരുഡ പുരാണത്തിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ? അപ്പൊ മരണശേഷം എന്ത് എന്നതിനെ കുറിച്ചൊക്കെയാണ് ഗരുഡ പുരാണത്തിൽ പറയുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള കുറെ കാര്യങ്ങളെ വെച്ചാണ് അടുത്ത എപ്പിസോഡ് 2 ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി എപ്പിസോഡ് 3ഉം 4ഉം ഉണ്ട്. അപ്പൊ അതൊക്കെ കുറച്ച് നല്ല ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. നിങ്ങൾ അത് കേൾക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയത്തില് അർജുനൻ ഒറ്റയ്ക്ക് പിന്മാറിയത് കൊണ്ട് മാത്രം ഇഷ്യൂ സോൾവ് ആകുന്നില്ല. മനസ്സിലായോ? അതുകൊണ്ട് അർജുന നീ യുദ്ധം ചെയ്യും എന്നാണ് കൃഷ്ണൻ പറയാൻ പോകുന്നത്. ഓക്കെ. അപ്പൊ ഏകപക്ഷീയമായ പിൻവാങ്ങൽ കൊണ്ട് ശാശ്വതമായ ലോക സമാധാനം നേടാൻ കഴിയില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് അധർമ്മം ചെയ്യുന്ന ആൾക്കാരെ എതിർക്കുകയാണ് ധർമ്മിഷ്ഠർ ചെയ്യേണ്ടത്, അല്ലാതെ പിന്മാറുകയല്ല ചെയ്യേണ്ടത്. പിന്മാറിയാൽ യുവമാര് കൂടുതൽ കാണിക്കും. ഫൈറ്റ് ചെയ്ത ആൾക്കാർ അല്പം പുറകോട്ട്. ഈ ലോകത്തിന്റെ നിയമം അതാണ്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അയാൾ അനുസരിക്കുമെങ്കിൽ നമ്മൾ വീണ്ടും പറയും. അനുസരിക്കില്ല എങ്കിൽ 2-3 പ്രാവശ്യം പറഞ്ഞിട്ട് അവസാനം നമ്മൾ പറയുന്നത് അങ്ങ് നിർത്തും. എന്നതുപോലെ നമ്മൾ എന്തെങ്കിലും ഒരാളെ ഉപദ്രവിച്ചാൽ അയാൾ തിരിച്ചുപദ്രവിച്ച നമ്മൾ വീണ്ടും അയാളെ ഉപദ്രവിക്കുന്നത് നോക്കി കണ്ടേ ചെയ്തു. ആണല്ലേ? പുൽവാമ എന്നുള്ള ഒരു സ്ഥലത്ത് അല്ലെ, പുൽവാമ എന്നൊരു നമ്മുടെ ഒരു സ്ഥലത്ത് കുറെ പട്ടാളക്കാരന്മാരെ യുവമാര് എന്ത് ചെയ്തു? നിഷ്കാരുണ്യം വകവരുത്തി. ഇടയ്ക്ക് സംഭവിച്ചു അല്ലെ? നമ്മുടെ കുറെ എല്ലാവരും ലോകം മുഴുവനും ഉറങ്ങിക്കിടന്ന സമയത്ത് ഇന്ത്യയുടെ കുറെ എയറോപ്ലെയിനിൽ അല്ലെ ഒരു ടീം നേരെ അതിർത്തി കടന്ന് പാകിസ്ഥാനിൽ പോയി അതിന് ആരൊക്കെയാണോ അവരൊക്കെ അടിച്ച് കൊന്ന് ഒതുക്കിയിട്ട് വന്നു. ആണല്ലോ? അങ്ങനെ ചെയ്തില്ലായിരുന്നു എങ്കിൽ പുൽവാമ എത്രയോ ഇതിനു മുമ്പ് ആവർത്തിച്ച ആണല്ലോ? സത്യമാണല്ലോ? പക്ഷെ ഒരു ആടി തിരിച്ചു കിട്ടിയപ്പോ പിന്നെ ഇന്ന് വരെ ഒരു പ്രശ്നമില്ല. അതുകൊണ്ടാണ് പറയുന്നത് അടി ചെയ്യുന്ന ഉപകാരം അണ്ണൻ തമ്പി അങ്ങനെ ഒരു ചൊല്ലുണ്ട് കേട്ടാ. അടി ചെയ്യും ഉപകാരം അണ്ണൻ തമ്പി ചെയ്യൂല എന്ന് ചുമ്മാ പറയാം അല്ലെ? സത്യമാണ്. അടി കിട്ടിയ ഡീസന്റ് ആണ്. എന്റെ കൂടെ തന്നെ പണ്ട് കോളേജിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നു. അതെ, ഒരുപാട് പേര് നമ്മളെ കൊന്നു. നമുക്കൊരു 50 പേരെന്തോ മരിച്ചു. 42. വെരി ഗുഡ്, യു ആർ റൈറ്റ്. സാർ പറഞ്ഞ കറക്റ്റാ. 42 പേര് മരിച്ചു. നമ്മൾ 300 പേരെ അടിച്ചു കൊന്നിട്ട് വന്നു. ശരിയാ, വെരി ഗുഡ്. അങ്ങനെ വേണം, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അധർമ്മികളെ നമ്മൾ വകവരുത്തുക തന്നെ. നമ്മൾ ഒരാൾ അടിച്ചാൽ നമ്മൾ തിരിച്ചടിച്ചില്ലെങ്കിൽ അത് തലയിൽ കയറുന്നുള്ളത് 100% സത്യമാണ്. നമ്മൾ 2 അടി അടിച്ചാൽ അവർ നമ്മുടെ സുഹൃത്തുക്കളായി മാറും. അതാണ് സത്യം. അതറിയാമോ? കോളേജിൽ ഞാൻ പഠിച്ചിരുന്ന സമയത്ത് കോളേജിൽ വെച്ചൊരു അടി ഉണ്ടായി. എനിക്ക് 2 അടി കിട്ടി, ഞാൻ 4 അടി തിരിച്ചു കൊടുത്തു. അവസാനം വലിയൊരു ഇഷ്യൂ ആയി. അവസാനം എന്തായി? അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ചവരൊക്കെ പിറ്റേ കാലം നോക്കിയപ്പോൾ വലിയ സുഹൃത്തുക്കളായി മാറി.
മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് അതിന്റെ രീതി. എന്നാ നമ്മൾ അല്പം അടിയും കൊണ്ട് മാറിക്കൊണ്ടിരുന്നാലോ എന്നും അവര് കാണുമ്പോൾ എല്ലാം തലയിൽ കൊട്ടടിച്ചിട്ട് പോകും. ഇതാണ് അവസ്ഥ. അതുകൊണ്ട് നമ്മൾ ശരിയായ കാര്യത്തിന് നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് നമ്മുടെ ഭഗവത്ഗീത പറയുന്നത്? പ്രതികരിക്കണം. നമ്മുടെ പദവി നോക്കി ഡ്യൂട്ടി ചെയ്യണം. ഡ്യൂട്ടിയിൽ നിന്ന് പിന്മാറരുത്. നമ്മൾ എതിർത്തത് കൊണ്ട് മാത്രം നമുക്ക് തിരിച്ച് ഗുണം കിട്ടിയില്ല എങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ നോക്കണ്ട. നമ്മൾ എതിർക്കേണ്ടത് എതിർക്കുക തന്നെ വേണം, പറയേണ്ടത് പറയുക തന്നെ വേണം, ചെയ്യേണ്ടത് ചെയ്യുക തന്നെ വേണം. റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് അല്ല വർക്ക് ചെയ്യേണ്ടത്, ഡ്യൂട്ടി ഓറിയന്റഡ് ആയിട്ടാണ് വർക്ക് ചെയ്യേണ്ടത്. പക്ഷേ നമുക്ക് എന്തറിയാമായിരിക്കണം? നമ്മുടെ ഡ്യൂട്ടി എന്താണെന്ന് അറിയാമായിരിക്കും. ഇന്നത്തെ ആൾക്കാരെല്ലാവരും ഡ്യൂട്ടി ഡ്യൂട്ടി എന്ന് പറഞ്ഞ് യഥാർത്ഥ ഡ്യൂട്ടി മറന്നു പോയിക്കൊണ്ടിരിക്കുക. ഏറ്റവും വലിയ ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവത് ധർമ്മമാണ്. ഭഗവത് ധർമ്മം ഒഴിച്ച് ബാക്കി എല്ലാ ധർമ്മവും ഞാൻ ചെയ്യും എന്നാണ് ആൾക്കാർ പറയുന്നത്. അത് ശരിയല്ല. പറഞ്ഞു മനസ്സിലായോ? യഥാർത്ഥ ധർമ്മം എന്ന് പറയുന്നത് ഭഗവത് ധർമ്മമാണ്. ബാക്കി ധർമ്മങ്ങളെല്ലാം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഏതുവരെ? അതെല്ലാം ഭഗവത് ധർമ്മത്തിന് സപ്പോർട്ട് ആകുന്നത് വരെ. എപ്പോഴാണോ ഭഗവത് ധർമ്മത്തിന് കോൺട്രാഡിക്ഷൻ ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ധർമ്മം മാറുന്നത്, അപ്പൊ ഏത് ധർമ്മം വിട്ടോണം? മറ്റ് ഏത് ധർമ്മവും വിട്ടിട്ട് ഭഗവത് ധർമ്മത്തിനെ മുറുകെ പിടിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇന്നത്തെ ആൾക്കാർക്ക് ഭഗവത് ധർമ്മം അറിഞ്ഞുകൂടാത്തത് കൊണ്ട് അവർ ചെയ്യുന്ന പ്രവൃത്തിയെയാണ് ഏറ്റവും വലിയ ധർമ്മം എന്ന് പറഞ്ഞു നടക്കുന്നത്. മനസ്സിലായോ? അത് തെറ്റ്. അപ്പൊ അതുകൊണ്ടാണ് ഇന്നത്തെ പർപ്പട്ടിൽ എഴുതിയിരിക്കുന്നത് അന്ധൻ നയിക്കുന്ന കാലമാണ്. അപ്പൊ രണ്ടന്ധന്മാര് കുയില് വീഴും. പക്ഷെ ധർമ്മം എന്തെന്ന് അറിഞ്ഞുകൂടാതെ ധർമ്മത്തിന് വേണ്ടി പോരാടുന്ന ലോകമാണ് ഇന്നുള്ളത്. മനസ്സിലായോ? അത് ഫലത്തിൽ എന്താണ്? അധർമ്മമാണ്. ധർമ്മം എന്ന് പറഞ്ഞാൽ നമ്മുടെ യഥാർത്ഥ സ്വരൂപം എന്ന് പറയുന്നത് ജീവേന സ്വരൂപാഹി കൃഷ്ണേന നിത്യദാസ. പറയൂ, ജീവന്റെ യഥാർത്ഥ സ്വരൂപം എന്ന് പറയുന്നത് ഭഗവാന്റെ എന്നേക്കുമായുള്ള ദാസനാണ് എന്ന്. അത് മറന്ന് ബാക്കി എന്ത് ധർമ്മം ചെയ്താലും നിഴലിനെ പിടിച്ച് തിരിക്കും പോലെ ആയിപ്പോകും. എന്താ? നമ്മൾ ഒരാൾ നടന്നു പോകും, അപ്പൊ കൂടെ എന്തും കൂടെ പോകും, നിഴലും കൂടെ പോകും. അവിടെ ആ നിഴല് മാറണമെങ്കിൽ ആ നിഴലിനെയാണോ എടുത്ത് മാറ്റേണ്ടത്, ആളിനെയാണോ എടുത്ത് മാറ്റേണ്ടത്? അല്ലേ? അപ്പൊ ഇന്നത്തെ തലമുറയ്ക്ക് അത് അറിയില്ല. അതുകൊണ്ട് അവരെല്ലാം എന്തിന്റെ ഓട്ടത്തിലാണ്? നിഴലിനെ പിടിച്ച് മാറ്റേണ്ട ഓട്ടത്തിലാണ്. ധർമ്മം അറിഞ്ഞുകൂടാതെ ധർമ്മം ചെയ്യാൻ തിരക്കിട്ട് ഓടുന്ന ജനമാണ്. മനസ്സിലായോ? ഫോക്കസ് ഇല്ലാത്ത യാത്ര. നമ്മുടെ ലൈഫ് ഭഗവാനെ കേന്ദ്രീകരിച്ച് ആവുന്നതിന് പകരം സെൽഫ് സെന്റേർഡ് ആയി മാറിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? സെൽഫ് സെന്റേർഡ് അല്ല നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് ഭഗവത് സെന്റേർഡ് ആയിട്ടാണ് നമ്മൾ ജീവിതം നയിക്കുന്നത്. ഉദാഹരണം, നമ്മൾ ഇവിടെ പോവുകയാണെങ്കിൽ, പൊന്മുടിക്ക് പോവുകയാണെങ്കിൽ അവിടുത്തെ സെന്റർ എന്താണ്? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, നമ്മളിവിടെ കൊടൈക്കനാലിൽ പോകുന്നെങ്കിൽ അതിന്റെ സെന്റർ എന്താണ്? ഊട്ടിക്ക് പോവുകയാണെങ്കിൽ അതിന്റെ സെന്റർ എന്താണ്? നമ്മുടെ ഇന്ദ്രിയ സംതൃപ്തിയാണ്, നമ്മുടെ സന്തോഷം ആണ് അതിന്റെ സെന്റർ. എന്നാൽ ഗുരുവായൂരിലാണ് പോകണമെന്നുണ്ടെങ്കിൽ അതിന്റെ സെന്റർ എന്താണ്? അവിടെ ഭഗവത് സെന്റേർഡ് ആണ്. സെന്റർ ഏതാണ്? ഭഗവാനാണ്, അല്ലെ? അതാണ്. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോകുന്നു, സെന്റർ ഏതാണ്? അവിടെ നമ്മുടെ ഇന്ദ്രിയ സംതൃപ്തി അല്ല, അവിടെ സെന്റർ ഭഗവാനാണ്. നമ്മുടെ ജീവിത വീതിയിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനവും ഭഗവാനെ സെന്ററാക്കി ചെയ്യണമെന്നാണ് ഭഗവത്ഗീത പറയുന്നത്. എന്നാൽ അതിനകത്ത് സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ? 100% ഉണ്ട്. ഒരിക്കലും ഇല്ലെന്ന് വിചാരിക്കും കേട്ടോ. ഒരു സംഭവം നടന്നു. എന്റെ വൈഫിന്റെ ഒരു കൂട്ടുകാരെല്ലാം കൂടെ ചേർന്ന് 15-20 വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് കൂടി. എന്തുകൂടി? ഒരുമിച്ച് കൂടി. അപ്പൊ അന്ന് കണ്ട സ്കെൽറ്റായിരുന്ന ആൾക്കാരൊക്കെ നല്ല ജങ്കായ ആൾക്കാരൊക്കെ സ്കെൽറ്റായി. അന്ന് നല്ല സുന്ദരിയായിരുന്നവരൊക്കെ ഒരു മുക്കാൽ കളവിയായി. എന്നാൽ അന്ന് കറുത്ത് ഇരുണ്ടിരുന്നവരൊക്കെ നല്ല തെളിഞ്ഞ് മുടിയൊക്കെ സ്ട്രൈറ്റൻ ചെയ്തൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ മൊത്തം ഒരു മാറ്റങ്ങൾ അവിടെ വന്നിരുന്നു കേട്ടോ. ആ പ്രോഗ്രാമൊക്കെ അവിടെ ഒരുമിച്ച് പാട്ടൊക്കെ പാടി ആഹാരമൊക്കെ കഴിച്ച് അവരെല്ലാം പോയി. എന്നിട്ട് അവര് മെസ്സേജ് അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ്, പ്രോഗ്രാമിന്റെ ഫോട്ടോ ഇടല്, മെസ്സേജ് ഇട്ട് അതിന്റെ സന്തോഷം പങ്കുവെക്കലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതില് ആൾക്കാർ പറയുകയാണ്, എന്നുമുള്ള ഒരു ഡെയിലി റൊട്ടീനിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ ഡാൻസ് കളിച്ചു. എന്ത് കളിച്ചു? നമ്മൾ ഡാൻസ്, നമ്മൾ പാട്ട് പാടി, നമ്മൾ ആഹാരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു, നമ്മൾ ഒരുമിച്ച് കുറെ നേരം ഇരുന്ന് സമാധാനമായിട്ട് കുറെ നേരം സംസാരിച്ചു, സന്തോഷിച്ചു എന്നൊക്കെ പറഞ്ഞ് മെസ്സേജുകൾ, വോയിസ് മെസ്സേജ് ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. വൈഫ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ എന്റെ മകൾ പറയുക, ഇവർക്ക് 15 വർഷം വേണ്ടി വന്ന് ഇങ്ങനെ ചെയ്യാൻ, ആ ഞായറാഴ്ച ഈ സത്സംഗത്തിൽ ഇതൊക്കെയല്ലേ ചെയ്യണം? എല്ലാ സത്സംഗത്തിലും ഞായറാഴ്ച തോറും നമ്മൾ ചെയ്യണത് ഇതൊക്കെ അല്ലേ? നമ്മൾ ഒരുമിച്ച് കൂടുന്നു, സന്തോഷത്തോടെ കൂടുന്നു,
നമ്മൾ ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആഹാരം വിളമ്പി കൊടുക്കുന്നു, നമ്മൾ നന്നായി പ്രസാദം കഴിക്കുന്നു, നല്ല രീതിയിൽ പാട്ട് പാടുന്നു, നമ്മൾ നല്ല രീതിയിൽ ഡാൻസ് കളിക്കുന്നു. ഇതൊക്കെയല്ലേ അച്ഛാ നമ്മൾ എല്ലാ ആഴ്ചയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരെന്തിന് 15 വർഷം കാത്തിരുന്നു എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് സത്സംഗത്തിന്റെ മഹാത്മ്യം, മനസ്സിലായ? പക്ഷെ അവിടെ എന്താണ് സെന്റർ? അവരുടെ ലൈഫിൽ സെന്റർ എന്റെ ഇഷ്ടം, എന്റെ ഇഷ്ടം, എന്റെ ഇഷ്ടം എന്ന് പറഞ്ഞപ്പോ അത് ഏതൊക്കെ വേണം? അത് ഇവിടെ ചില ആൾക്കാർ പറഞ്ഞു പൊന്മുടിയെന്ന്, ചില ആൾക്കാർ പറഞ്ഞ് ഏതാ അത് മൂന്നാറെന്ന്, ചില ആൾക്കാർ പറഞ്ഞ് ഏതാ ഏതെങ്കിലും പറയൂ ഊട്ടി, കൊടൈക്കനാൽ എന്നൊക്കെ ഓരോരുത്തർ പറഞ്ഞു. എല്ലാവരും പല അഭിപ്രായം ഉണ്ടാവാൻ കാരണം എല്ലാം സെൽഫ് സെന്റേഡ് ആയിരുന്നു, അവരവരുടെ ഇഷ്ടത്തിനായിരുന്നു പ്രാധാന്യം കൊടുത്തത്. എന്നാൽ ഇതേ സ്ഥലത്ത് നമ്മൾ എല്ലാ ആഴ്ചയും ഒരുമിച്ച് വരുന്നു. ആർക്കാണ് ഇവിടെ പ്രാധാന്യം? ഇവിടെ ഭഗവാനാണ് പ്രാധാന്യം. എന്ന ആനന്ദത്തിന് വല്ല കുറവുണ്ടോ? ഇവിടെ എല്ലാ ആനന്ദവും നമുക്കുണ്ട്. ഡാൻസ്, പാട്ട്, കൂത്ത് എല്ലാം ഇവിടെ ഉണ്ട്. പാട്ടുണ്ടായിരുന്നില്ലേ? അല്ലേ? അതാണ്, എല്ലാം ഉണ്ട്. പ്രസാദമില്ലേ? നല്ല സന്തോഷത്തോടെ നമ്മൾ ചിരിച്ച് സംസാരിക്കുന്നില്ലേ? ഇതൊക്കെയല്ലേ ജനങ്ങൾക്ക് ആവശ്യം. ഇതല്ലേ ജനങ്ങൾക്ക് ആവശ്യം. അതാണ് സെൽഫ് സെന്റേഡ് ആയിട്ട് ഇരുന്നാൽ ഒരിക്കലും ഒത്തുവരാൻ പറ്റൂല. എന്നാൽ ഭഗവത് സെന്റേഡ് ആയിരുന്നാൽ നമുക്ക് എല്ലാവർക്കും ഒത്തുവരാൻ പറ്റും. എവിടെയാണോ ഭഗവത് സെന്റേഡ് ആയിട്ട് ഇരിക്കുന്നത് അവർക്ക് മാത്രമേ ആനന്ദമുള്ളൂ. ഇല്ലെങ്കിൽ ഒരിക്കലും ആനന്ദം ഉണ്ടാവത്തില്ല. ആനന്ദം അന്വേഷിക്കലേ ഉണ്ടാവത്തു. കേൾക്കുന്നുണ്ടോ? ആനന്ദവും ആനന്ദം അന്വേഷിക്കലും രണ്ടാണ്. ആണോ അല്ലയോ? മനസ്സിലായോ? ആനന്ദം അന്വേഷിക്കലും ആനന്ദവും രണ്ടാണ്. ഭൗതിക ലോകത്തില് MBBS എന്നുള്ള ഒരു ഡിഗ്രി എടുത്താൽ മാത്രമേ ഡോക്ടർ ആവുള്ളൂ, അല്ലേ? ആണോ അല്ലയോ? ആ. നമ്മൾ MBBS ജോയിൻ ചെയ്തത് കൊണ്ട് മാത്രം അതിന്റെ റിസൾട്ട് കിട്ടിയോ? ഇല്ല. ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താലേ അതിന്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ, അല്ലേ? പ്രോസസ്സ് വേറെ, റിസൾട്ട് വേറെ. എന്താ? പ്രോസസ്സ് വേറെ, റിസൾട്ട് വേറെ ആണല്ലോ, രണ്ടല്ലേ? എന്നാൽ ആധ്യാത്മിക ലോകത്തിലെ വ്യത്യാസം നേരെ തിരിച്ചാണ്. ആധ്യാത്മിക ലോകത്തിൽ പ്രോസസ്സ് തന്നെയാണ് റിസൾട്ട്. റിസൾട്ട് വേറെ അല്ല, പ്രോസസ്സ് വേറെ അല്ല. മനസ്സിലായോ? മനസ്സിലായോ? അതുകൊണ്ട് ബിഗിനിങ് ഓൺവേഴ്സ് ആനന്ദമുണ്ട്. മറ്റവിടെ റിസൾട്ട് കിട്ടിയാൽ മാത്രമേ ആനന്ദമുള്ളൂ. മനസ്സിലായോ? ഇവിടെ തുടക്കം മുതലേ ആനന്ദം, ഒന്നിനും ഒരു കുറവില്ല. റിസൾട്ട് എന്ന് പറയുന്നത് തന്നെയാണ് തുടക്കത്തിൽ, പ്രോസസ്സ് തന്നെയാണ് എന്ത് റിസൾട്ട്. കാരണം എന്ത്? ജീവേന സ്വരൂപാഹി കൃഷ്ണേന നിത്യദാസ. ജീവന്റെ സ്വരൂപം എന്ന് പറയുന്നത് ഭഗവാന്റെ ദാസൻ എന്നുള്ളതാണ്. അപ്പൊ ദാസൻ ഇതിന്റെ ജോലി എന്താണ്? സേവനം അനുഷ്ഠിക്കലാണ്. സേവനം അനുഷ്ഠിക്കുമ്പോൾ തന്നെ യജമാനൻ ഹാപ്പിയാണ്. അതുകൊണ്ട് ആര് ഹാപ്പിയാണ്? സേവകനും ഹാപ്പിയാണ്. മനസ്സിലായോ? റിസൾട്ട് അവിടെ വിഷയമല്ല. മനസ്സിലായോ? റിസൾട്ട് ഓറിയന്റഡ് അല്ല ആര്? യജമാനൻ. സേവന ഓറിയന്റഡ് ആണ് യജമാനൻ. നമ്മൾ സേവനം ചെയ്യുന്ന അറിയുമ്പോൾ തന്നെ യജമാനൻ ഹാപ്പി. യജമാനൻ ഹാപ്പി ആയ ആര് ഹാപ്പിയാണ്? സേവകനെ ഹാപ്പിയാണ്. അതുകൊണ്ട് ഭക്തിയുക്ത ഭഗവത് സേവനത്തിൽ ആനന്ദം ഫസ്റ്റ് ഡേ ഓൺവേർഡ്സ് ഉണ്ട്. എന്നാൽ ഭൗതികമായ കർമ്മത്തിൽ എന്ത് തന്നെ ആയാലും റിസൾട്ട് കയ്യിൽ കിട്ടിയാൽ മാത്രമേ ആനന്ദമുള്ളൂ. പോയിന്റ് മനസ്സിലായോ? അതുകൊണ്ട് നമ്മൾ എപ്പോഴും എന്തില് സംതൃപ്തിപ്പെടാൻ ശ്രമിക്കണം? സെൽഫ് സെന്റേഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ആനന്ദം അന്വേഷിക്കലേ ഉള്ളൂ. കിട്ടിയാലേ കിട്ടിയെന്ന് പറയാൻ പറ്റും. എന്നാൽ ഫസ്റ്റ് ഓൺവേർഡ്സ് ആനന്ദം കിട്ടുന്ന ഭക്തിയുക്ത ഭഗവത് സേവനത്തിൽ നമ്മൾ ഒന്ന് ഇറങ്ങുമ്പോൾ തന്നെ ആനന്ദം കിട്ടുന്ന ആ ഒരു ജോലി നമ്മൾ ഒരിക്കലും മിസ്സാക്കിക്കളെ. പോയിന്റ് മനസ്സിലായോ? അതുകൊണ്ട് സെൽഫ് സെന്റേഡ് ആവുന്നതിന് പകരം ആര് സെന്റേഡ് ആയിരിക്കണം? ഭഗവത് സെന്റേഡ് ആയിരിക്കണം. ഭഗവത് സെന്റേഡ് ആയിട്ട് നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ അർജുനന് ഒരിക്കലും ദുഃഖിക്കേണ്ട കാര്യമില്ല. കാരണം എന്ത്? ഫസ്റ്റ് ഡേ ഓൺവേർഡ്സ് ആര് ഹാപ്പിയാണ്? ഭഗവാൻ ഹാപ്പിയാണ്. റിസൾട്ട് നോക്കണ്ട എന്ന് കൃഷ്ണൻ പറയുന്നതിന്റെ ഉദ്ദേശമാണ്. റിസൾട്ടിന്റെ കാര്യം ആരും നോക്കേണ്ട കാര്യമില്ല, അണികൾ നോക്കേണ്ട കാര്യമില്ല, അത് യജമാനൻ നോക്കിക്കോളും. അണികളുടെ ഡ്യൂട്ടി എന്താണ്? ദാസന്റെ ഡ്യൂട്ടിയാണ്. ദാസന്റെ ഡ്യൂട്ടി എന്താ? പ്രവർത്തനത്തിൽ ഏർപ്പെടുക. അതിൽ യജമാനൻ ഹാപ്പി. അതുകൊണ്ട് ആര് ഹാപ്പി? നമ്മൾ ഹാപ്പി. അതാണ് അർജുനനോട് കൃഷ്ണൻ ഉപദേശിക്കുന്നത്. നീ റിസൾട്ട് നോക്കണ്ട, നിന്റെ ഡ്യൂട്ടി എന്ത്, ഞാൻ നിനക്ക് എന്ത് തന്നോ അത് ചെയ്യും, അതിൽ ഹാപ്പി ആയിട്ട് നാം. ഇതാണ്. അതുകൊണ്ട് നമ്മൾ കർമ്മം അനുഷ്ഠിക്കേണ്ടത് അങ്ങനെയാണ്. നമ്മൾ ഡ്യൂട്ടി ചെയ്യുക, കൃഷ്ണന് സമർപ്പണം ചെയ്യുക. റിസൾട്ട് കൃഷ്ണൻ എന്താ ചെയ്തുകൊണ്ട് പോകും അത് നമ്മൾ ടെൻഷൻ അടിക്കണം. പക്ഷെ മൂഡ് എന്തായിരിക്കണം? നമ്മുടെ ഡ്യൂട്ടി താൻ പാതി, ദൈവം പാതി. ദൈവത്തിന്റെ പാതിയെ കുറിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, ആര് ചെയ്തോളും? അത് കൃഷ്ണൻ ചെയ്തോളും. പക്ഷെ നമ്മുടെ പാതി ഉണ്ടല്ലോ, അത് വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് കൃഷ്ണൻ തന്ന എല്ലാ ബുദ്ധിയും എല്ലാ കഴിവും എല്ലാ ഫെസിലിറ്റിയും മനസ്സുകൊണ്ട് വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് നമ്മൾ നിർവഹിക്കണം. നമുക്ക് തന്ന പണം കൊണ്ട്, നമുക്ക് തന്ന ആൾക്കാരെ കൊണ്ട്, നമുക്ക് തന്ന സമയം കൊണ്ട് നമ്മളത് നിർവഹിക്കണം. എന്തൊക്കെയാണ്? നമ്മുടെ വാക്ക്, മനസ്സ്, മനസ്സാ വാച കർമ്മണം. മനസ്സുകൊണ്ട് വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് നമ്മൾ ചെയ്യണം. നമുക്ക് ഭഗവാൻ തന്ന സമ്പത്ത് കൊണ്ട്, നമുക്ക് ഭഗവാൻ തന്ന ആൾക്കാരെ കൊണ്ട്, നമുക്ക് ഭഗവാൻ തന്ന സമയം കൊണ്ട് നമ്മളത് നിർവഹിക്കണം. പ്രത്യേകിച്ച്
കൃഷ്ണൻ എന്താന്ന് വെച്ചാൽ തന്നു. ഇതാണ് അതിന് ആൻസർ. ഓക്കെ, അപ്പൊ എല്ലാവരും ഇത് ചെയ്യുമ്പോൾ നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ നാമം ജപിച്ചുകൊണ്ടാണ് ചെയ്യേണ്ടത്. കലിയുഗ ധർമ്മം എന്ന് പറയുന്നത് ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപമാണ്. അത് ചെയ്തുകൊണ്ടാണ് കലിയുഗത്തിൽ നമ്മൾ അവരവരുടെ ഡ്യൂട്ടി നിർവഹിക്കേണ്ടത്. കലിയുഗ ധർമ്മമായ ഹരേ കൃഷ്ണ മഹാമന്ത്രം എല്ലാവരും ഒന്ന് ഏറ്റു പറയുക. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ദയവായി എല്ലാ ദിവസവും എല്ലാവരും ജപിക്കുക. ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, വാനപ്രസ്ഥൻ, സന്യാസി ഇത് ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, വാനപ്രസ്ഥൻ, സന്യാസി ചെയ്യുന്നത് പോലെ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രനും ഇതേ കർമ്മം അനുഷ്ഠിക്കേണ്ടത്. ഹരേ കൃഷ്ണ മഹാമന്ത്രം എല്ലാവർക്കും ഉള്ളത്. ഓക്കെ, ഭഗവാൻ അനുഗ്രഹിക്കും. ഹരേ കൃഷ്ണ. ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ ദയവായി നിങ്ങൾക്ക് പറയാം. ഹരേ കൃഷ്ണ. ഓക്കെ, ശരി. ഹരേ കൃഷ്ണ.